ഞാനൊക്കെ 35 റുപ്യ 12 റുപ്യനും ആരൊക്കെ വാങ്ങിട്ട് പൊട്ടിച്ചതാണ്. അതെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പടക്കമൊക്കെ നോക്കി നിന്ന് വെള്ളം ഊറിയ ഒരു കാലം ഉണ്ടായിരുന്നല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല, വലിയൊരു പ്രശ്നം ഇല്ലാണ്ട് അവരിങ്ങനെ പോകുന്നുണ്ട്. അവയപ്പോൾ അതാ ചേട്ടൻ മേടിച്ച പടക്കത്തിൽ നിന്ന് ഓരോന്നൊക്കെ അടിച്ചു മാറ്റി പോയിട്ടാ. ഇല്ല, അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളെ ഇന്ദ്ര ഇതാ പാവം ഇങ്ങനെ ഇരിക്കുക കേട്ടാ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിപ്പോൾ വിഷുവിന് മുന്നേക്ക് എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതുമായിട്ടല്ല വന്നത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പൈനാപ്പിൾ പുളിങ്കറി ഇടുന്നുണ്ട് എന്ന്. പക്ഷേ ഇത്രയും സിമ്പിളായൊരു പൈനാപ്പിൾ പുളിങ്കറിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നതിൻ്റെ ഇടയിൽ കൊടും ചൂടല്ലേ, എൻ്റെ മോനൊക്കെ ദാ ഇപ്പോൾ വെള്ളം കിട്ടില്ലെങ്കിൽ ഇപ്പോൾ വീണു എന്നുള്ളൊരവസ്ഥയിലാവുള്ള കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു കരിമ്പിൻ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച്. കരിമ്പിൻ ജ്യൂസ് ഇപ്പോഴും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇത് മേടിച്ചുകൊണ്ട് പോയപ്പോഴാണ്. അവർക്ക് ആർക്കും ഇത് ഇഷ്ടമല്ലെന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ സംഭവം. ഈ ചൂടിനൊക്കെ കുടിക്കുമ്പോൾ ഒരു സുഖം തന്നെ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ എങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതിനിടയിൽ എൻ്റെ പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വേണം ഇനി അങ്ങോട്ട് കയറാൻ. നമുക്കറിയാലോ ഈ ചൂടിന് പുറത്ത് പോയി വന്നാലുള്ള അവസ്ഥ. അങ്ങനെതാ നമ്മളെ മെയിൻ താരം ഇവിടെ ഇരിപ്പുണ്ട്. നല്ലൊരു പഴുത്തൊരു ചക്ക നോക്കിയിട്ടായിട്ട് എടുത്തത്. അപ്പോൾ എന്തായാലും നല്ല മധുരവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെക്കാൻ കയറണത് വേറെ ആരില്ല, നമ്മളെ അമ്മയാണ്. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും മുറിച്ചൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴേക്കും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പച്ചമുളകും കീറിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങ് പെരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സന്ധ്യ നേരത്ത് നമ്മളെ തേങ്ങ വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ വെള്ളം അങ്ങോട്ട് കളയാണ്. ശരിക്കും പറഞ്ഞാൽ തേങ്ങ വെള്ളം ഞാൻ കളഞ്ഞ ചരിത്രമില്ല. സന്ധ്യക്ക് മാത്രം പക്ഷേ പൊട്ടിച്ചാൽ ഞാൻ കുടിക്കാറില്ല കേട്ടോ. പണ്ട് അമ്മയെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളതാണ്, സന്ധ്യ നേരത്തെ തേങ്ങ വെള്ളം കുടിച്ചാൽ അച്ഛനും അമ്മക്കും ആപത്താണെന്നൊക്കെ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും പോത്തുപോലെ ആയിട്ട് അതൊന്നും ഞാനങ്ങോട്ട് വിട്ടിട്ടില്ല. ഇപ്പോഴും വിടാത്തവരൊക്കെ ഉണ്ടാവല്ലേ, എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ കഷ്ണമൊക്കെ ഇതുപോലെ ഒന്ന് നല്ലോണം വെളിച്ചെണ്ണയിൽ വാട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കറി വെക്കാണെങ്കിൽ വേണ്ടിയിട്ട് അമ്മയായിട്ട് അധികം കയറല്. പക്ഷേ ഇത് സിമ്പിൾ പരിപാടിയാണ്. അരക്കാനുള്ള അരവിനുള്ള കുഞ്ഞുള്ളി, ഇഞ്ചി, നമ്മളെ വേപ്പില, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ട്രിപ്പായിട്ട് ഞാൻ അരച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കഷ്ണമൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അങ്ങ് വെന്ത് ഉടക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ സ്റ്റീമിൽ. അപ്പോൾ തന്നെ നമ്മളെ കഷ്ണമൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടിയട്ടെ. സംഭവം പൈനാപ്പിൾ പുളിങ്കറി എൻ്റെ അമ്മയെ ഭയങ്കര എരുളി, ഞങ്ങൾ എരുളി എന്നൊക്കെ പറയും കേട്ടോ. എരുളി എന്നാണോ പറഞ്ഞാൽ എരുളി എന്നൊക്കെ ആയിട്ടാ, എന്താണ് ശരിക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതായിട്ടൊക്കെ തോന്നലിട്ടാ. പക്ഷേ സിമ്പിൾ പരിപാടിയായിട്ട് ഇത്. തൈര് ആ തേങ്ങേൻ്റെ കൂടെ തന്നെ ഞാൻ അങ്ങോട്ട് അരച്ചിട്ടുണ്ട്, ഒഴിച്ച് അങ്ങനെ ഇപ്പോൾ ഈ ഒരു ചക്കക്ക് ഞാൻ ഒരു പാക്കറ്റ് തൈരാട്ടോ എടുത്തത്. എന്നിട്ട് തൈരും കൂടി ഒന്ന് മിക്സിയിലൊക്കെ അടിച്ചിട്ട് ബാക്കിയും കൂടി അങ്ങോട്ട് അതിനകത്ത് ഒഴിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിളക്കരുതെന്നൊക്കെ എല്ലാവരും പറയണേക്കാം കേട്ടോ. സംഭവം ശരി തന്നെയാണ്, അരവിൻ്റെ കൂടെ. പക്ഷേ ഒരു 1-2 ദിവസമൊക്കെ നമുക്ക് എന്തായാലും വിഷു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ തന്നെയൊക്കെ ഇരിക്കേണ്ടതല്ലേ. ഫ്രിഡ്ജിലല്ലെങ്കിലും പുറത്ത് വെച്ചാലും നമുക്ക് ഒരു ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഈ ചൂടിനൊന്നും ഒരു ദിവസത്തേക്ക് കൂടുതലൊന്നും ഇരിക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ, കുറച്ചുണ്ടായത്. പിന്നെ ഇതാ പഞ്ചസാര ഇതിന് മസ്റ്റ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നത് ചക്കക്ക് മധുരം ഇല്ലെന്ന്, പക്ഷേ പഞ്ചസാര എന്തായാലും ഇടണം കേട്ടോ. അപ്പോഴൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്, ഒരു മധുരമൊക്കെ ആണ്. അപ്പോൾ അമ്മ നല്ലോണം തലയാട്ടിയിട്ടുണ്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും കറി അടിപൊളിയാണെന്ന് അർത്ഥമല്ലേ. അപ്പോൾ ഒന്ന് തള പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ ഇരിക്കുമ്പോൾ ഈ അരവ് ഒന്ന് ഇതായില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വളിപ്പടിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ചാൽ തിളപ്പിക്കരുതെന്നാണ്. ഇനി അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോന്നോട്ടെ കേട്ടോ, നമ്മളിങ്ങനെ കേട്ടോ വെക്കുന്ന രീതികൾ. അപ്പോൾ എന്തായാലും നമ്മളെ വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ അങ്ങനെ ഞാൻ അങ്ങോട്ട് നിരത്തിയിട്ടാണ്. ഇത് അന്ന് എടുത്തതാട്ടോ, കണി വെക്കേണ്ട മുന്തിരിയും സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളെ ഇത് അങ്ങോട്ട് താളിച്ചിട്ടിട്ടുണ്ട്. കടുകും ചുവന്നുള്ളിയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുളകും, ഉണക്കമുളകും വേപ്പിലയും ഒക്കെ കൂടി അങ്ങോട്ട് താളിച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവയും ഇടും കേട്ടോ. ഉലുവ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും ഉലുവയും കുറച്ചിട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ പേടിച്ച് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ നമ്മളെ പൈനാപ്പിൾ പുളിങ്കറി നല്ല കളർഫുൾ ആയിട്ടുണ്ട്. താളിച്ചിടുമ്പോഴാട്ടോ ഇതിൻ്റെ ഒരു രസം അങ്ങോട്ട് വരുന്നത്. ആ മഞ്ഞക്കറിയിലേക്ക് അങ്ങ് താളിച്ചിട്ട് കഴിയുമ്പോൾ നല്ല രസമാട്ടോ. അപ്പോൾ എന്തായാലും പൈനാപ്പിൾ പുളിങ്കറി അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇത്ര സിമ്പിൾ പരിപാടി വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.